കുറ്റ്യാടിയിൽ കൂടി എന്ത് സംഭവിക്കുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ തേടുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും നമ്മൾ വിശദമായി കണ്ടു. ഇനി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെച്ചാൽ മാസങ്ങൾക്ക് മുമ്പ് മാത്രം കഴിഞ്ഞ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുറ്റ്യാടി നിയമസഭാ മണ്ഡലത്തിന് കീഴിലുള്ള പഞ്ചായത്തുകളിൽ എന്ത് സംഭവിച്ചു എന്ന ചിത്രം നോക്കൂ സാജു. 4-4 ആകെ 8 പഞ്ചായത്തുകൾ 4-4. അതിനു മുമ്പത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 6-2 ആയിരുന്നു. LDF 6, UDF 2 പഞ്ചായത്തുകൾ LDF പിടിച്ചെടുക്കുന്നുണ്ട് ഇത്തവണ. മണിയൂരും പുറമേരിയുമാണ് ഇത്തരത്തിൽ സൈഫുദ്ദീൻ UDF പിടിച്ചെടുത്തത്. വേളവും ആയഞ്ചേരിയും UDF നിലനിർത്തുകയും ചെയ്തു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നറുക്കെടുപ്പിലൂടെയാണ് LDFന് അവിടെ പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചത്. വൈസ് പ്രസിഡന്റ് UDF ആണ് താനും. ഇനി കുറ്റ്യാടി നഷ്ടപ്പെട്ടത് ഒറ്റ സീറ്റിനാണ്. അത് 11 വോട്ടിന് മാത്രമാണ് UDFന് കുറ്റ്യാടി നഷ്ടപ്പെട്ടത്. വെല്യാപ്പള്ളി 2 സീറ്റിനാണ് നഷ്ടപ്പെട്ട്. അതിൽ 1 സീറ്റ് ടൈ ആയിരുന്നു. അത് നെറുക്കെടുപ്പിലൂടെയാണ് തീരുമാനിക്കപ്പെട്ടത്. LDFന് കിട്ടുകയും ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആകെ 5000-ഓളം വോട്ടിന്റെ ലീഡ് കുറ്റ്യാടി നിയമസഭാ മണ്ഡലത്തിൽ UDFന് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ബലാബലമാണ് എന്ന് വെച്ചാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വലിയ തിരിച്ചുവരവ് അവിടെ UDFന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ചിത്രം. ഇനി നമ്മൾ പോകുന്നത് കുറ്റ്യാടിയിലെ ഇക്കുറി 2026 സ്ഥാനാർത്ഥി ചിത്രത്തിലേക്കാണ്. കാര്യമായ ഒരു മാറ്റവുമില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് നിലയുടെ എന്ന് വെച്ചാൽ സ്ഥാനാർത്ഥി ചിത്രത്തിന്റെ തനിയാവർത്തനം, ആ തനിയാവർത്തനത്തിന്റെ ക്ലൈമാക്സ് എന്താകുമെന്നുള്ളതാണ്. ഞങ്ങൾക്ക് അപ്പുറവും ഇപ്പുറവുമായ 2 സ്ഥാനാർത്ഥികളും നിരന്നു കഴിഞ്ഞു. ഇവിടെ ഇനി പ്രഖ്യാപനങ്ങൾക്ക് കാര്യമില്ല അല്ലേ? LDFന് വേണ്ടി KP കുഞ്ഞഹമ്മദ് കുട്ടി തന്നെ. രണ്ടുപേരും അനൌദ്യോഗികമായി തന്നെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. അത് കുഞ്ഞഹമ്മദ് കുട്ടി മാഷ് സിറ്റിംഗ് MLA ആണ്. അദ്ദേഹം തന്നെ മത്സരിക്കും. മറ്റാരും അങ്ങോട്ട് വരാനില്ല. മറ്റൊരു കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാറക്കൽ അബ്ദുള്ള കഴിഞ്ഞ 5 വർഷവുമായി നിരന്തരമായി ആ മണ്ഡലത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. തോൽവിക്ക് ശേഷവും ഇത്തവണ തിരിച്ചു പിടിക്കുമെന്ന വാശിയോടുകൂടി നോക്കൂ സാജു. KP കുഞ്ഞഹമ്മദ് കുട്ടി കഴിഞ്ഞ കുറി നമുക്ക് അവിടെ ഉണ്ടായ വലിയ നാടകീയത നമ്മുടെ മുന്നിലുണ്ട്. ആ സീറ്റ് കേരള കോൺഗ്രസിന് കൊടുക്കാൻ പോകുന്നു എന്ന് LDFൽ തീരുമാനം വന്നതിന് പിന്നാലെ CPMന്റെ ലോക്കൽ നേതാക്കളെല്ലാം തെരുവിലിറങ്ങിക്കൊണ്ട് KP കുഞ്ഞഹമ്മദ് കുട്ടിക്ക് വേണ്ടി പ്രകടനവും മുദ്രാവാക്യം നടത്തുകയും വലിയ നടപടിയെടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഒടുക്കം KP കുഞ്ഞഹമ്മദ് ജയിക്കണം. ഒരു മാറ്റവും തീരുമാനത്തിലുണ്ടാവില്ല, ഘടകകക്ഷികൾക്ക് തന്നെ കൊടുക്കുമെന്നായിരുന്നു അന്നത്തെ പാർട്ടി സെക്രട്ടറി ആവർത്തിച്ചു പറഞ്ഞത്. പക്ഷേ നടന്നത് പൊതുവികാരത്തിന് മുന്നിൽ വഴിമാറി കൊടുക്കേണ്ടി വന്നു പാർട്ടി നേതൃത്വത്തിന്. അങ്ങനെ കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ സ്ഥാനാർത്ഥിയായി വരിക. അതിന്റെ പേരിൽ പിന്നീടും പാർട്ടി നടപടിയെടുത്തു. 30 പ്രാദേശിക നേതാക്കളെ തരം താഴ്ത്തൽ നടപടി മാഷ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ജില്ലാ കമ്മിറ്റി അംഗമാക്കി തരം താഴ്ത്തുന്നതിലേക്ക് വരെയും കാര്യങ്ങൾ പോവുകയും ചെയ്തു. പക്ഷേ അടുത്ത പോരാട്ടത്തിനൊടുവിൽ 333 വോട്ടുമിന് വിജയിച്ചു കയറി. ഇനി ഒരു 10 സെക്കൻഡ് എന്തുകൊണ്ട് പാറക്കൽ അബ്ദുള്ള വീണ്ടും? പാറക്കൽ ആ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ അദ്ദേഹത്തിന്റെ ചെറിയൊരു പിഴവാണ് പരാജയ കാരണം എന്നാണ് ലീഗ് നേതൃത്വവും UDFും ഒക്കെ കരുതുന്നത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം മണ്ഡലത്തിൽ ഇപ്പോഴും ജനകീയനായി നിൽക്കുകയാണ്. മറ്റൊരു പേര് മുസ്ലിം ലീഗിന് മുന്നോട്ട് വെക്കാൻ കഴിയില്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ പോലും പാറക്കൽ അബ്ദുള്ളയുടെ ഇടപെടലുകൾ എത്രത്തോളം നിർണായകമാണ് എന്ന് UDF നേതൃത്വത്തിന് വ്യക്തമാണ്. അത്തരം സംഘടനാ മികവ് ഈ മണ്ഡലത്തിൽ പാറക്കൽ കാഴ്ചവെച്ചിട്ടുണ്ട്. മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫിയെ മുന്നിൽ നിർത്തി നയിച്ചത് അത്രയും പിറകിൽ നമ്മൾ പാറക്കൽ അബ്ദുള്ളയെ കാണുന്നു. എവിടെയൊക്കെ പേരാമ്പ്ര അടക്കമുള്ള വിഷയങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ട് പാറക്കൽ നിറഞ്ഞു നിൽക്കുന്നു. ഇലക്ഷൻ മാനേജർ. യെസ്. അപ്പോൾ പാറക്കൽ അബ്ദുള്ള ഒരു പ്രവാസി വ്യവസായി 2016 കുറ്റ്യാടിയിലേക്ക് എത്തിയതാണ്. പക്ഷെ അവിടെ അദ്ദേഹം അട്ടിമറി ജയം നേടി. ആ അട്ടിമറി ഇക്കുറിയും തുടരാൻ കഴിയുമോ? അതല്ല KP കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ ആ മണ്ഡലം നിലനിർത്തുമോ എന്ന വലിയ ചോദ്യത്തിനുള്ള അവസാന ഉത്തരം വരണമെങ്കിൽ കുറ്റ്യാടിയിൽ അവസാനത്തെ വോട്ടും എണ്ണുക തന്നെ വേണം. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം.